പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അപ്പീൽ ഹൈക്കോടതിയിൽ വന്നിരുന്നല്ലോ. അപ്പോൾ നോട്ട് ടു അറസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമായിരിക്കും ആദ്യം വരിക. അപ്പോൾ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി അത് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ വാദം ഇതിൻ്റെ അകത്ത് അവതരിപ്പിക്കാനുണ്ട് എന്ന് മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ രാജീവ് പറഞ്ഞിട്ട് ആണത് ചെയ്യുന്നത്. കൂടുതൽ വാദം അവതരിപ്പിക്കാനുള്ള സമയം കൊടുത്തുകൊണ്ട് തൽക്കാലത്തേക്ക് അറസ്റ്റ് പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഉടനെയുള്ള പ്രത്യാഘാതമായിട്ട് രാഷ്ട്രീയ ആണല്ലോ അത് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം വരെ ഈ രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂ നിലനിൽക്കുന്നതാണ്. 8-ാം തീയതി ദിലീപ് മറ്റേ പൾസർ സുനി കേസ് അതിൽ വിധി വരും. അന്ന് മുഴുവൻ ഈ ദിലീപ് കേസിൻ്റെ ചർച്ച ആണ് സമൂഹത്തിൽ നിൽക്കുക. അടുത്ത ദിവസം വരുമ്പോൾ പിന്നെ മാങ്കൂട്ടം ഇത് പിന്നെ വോട്ടെടുപ്പിലേക്ക് പോകുന്നു. അപ്പം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പുറത്താക്കിയതോടുകൂടിയും മറ്റേ മുൻകൂർ ജാമ്യം കീഴ്ക്കോടതി റദ്ദാക്കിയതോടുകൂടിയും പ്രശ്നം അവസാനിച്ചു എന്നിടത്ത് ഇത് നിൽക്കുന്നില്ല. വീണ്ടും മാങ്കൂട്ടം ഈ പഴയ വേതാളത്തിൻ്റെ കഥയൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ മാങ്കൂട്ടം വീണ്ടും സതീശൻ്റെയും സണ്ണി ജോസഫിൻ്റെയും ഒക്കെ തലേ കയറി ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ എന്തു പറയും? തീർച്ചയായിട്ടും ഇതൊരു വല്ലാത്ത അവസ്ഥ. ഒന്നാമത്തെ കാര്യം അത് ഷോക്കിംഗ് ആണ്. കാരണം കോടതി പറഞ്ഞിരിക്കുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എന്ന ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്ന വാദം പരിഗണന അർഹിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കോടതി തീരുമാനിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും അറസ്റ്റ് ഏതൊരു ഇത്രയേറെ പ്രമാദമായ ഒരു കേസിൽ കീഴ്ക്കോടതി വിധി നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു വാചകമുണ്ട് കേട്ടോ. റേപ്പിന്റെ തെളിവുകൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല എന്ന് കീഴ്ക്കോടതി പറഞ്ഞിട്ടുണ്ട്. ആ ഗർഭചിത്രത്തിന്റെ ഒക്കെ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെയാണ് കുറച്ചും കൂടി കർശനമായിട്ട് കോടതിയിൽ വന്നിരിക്കുന്നത്. അതെ, ഒന്നതാണ്. എന്തായാലും ഈ വാർത്ത ഇപ്പോ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള കോടതിയുടെ ഒരു ഇടപെടൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, മാസങ്ങളായി മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ വലിയൊരു ഷോക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തയാണ്. അവനെ എപ്പോൾ അറസ്റ്റ് ചെയ്യണം എന്നാണ് ആളുകൾ കാത്തിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നിയമത്തിന് മുമ്പിൽ വന്നിട്ട് പറയാനുള്ളത് പറയട്ടെ. അതിന് പകരം അറസ്റ്റ് ചെയ്യാതെ ഒരു സംരക്ഷണം ഇപ്പോൾ കൊടുക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്. 2, കോൺഗ്രസിന്റെ കയ്യിലാണ് ഈ ഇഷ്യൂ എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് വീണ്ടും പ്രതിസന്ധിയിലാവാണ്. കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നത് ഈ കോടതിയുടെ വിധി മാത്രമല്ല, കോൺഗ്രസ് തന്നെയുമാണ്. കാരണം കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നില്ല, പക്ഷെ അറസ്റ്റ് തൽക്കാലത്തേക്ക് വേണ്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അതിന്റെ അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് CPM-നാണ് കിട്ടുക. പക്ഷേ ഈ ആദ്യത്തെ ജുഡീഷ്യൽ ഓഡിറ്റ് എന്ന നിലയിലാണല്ലോ കഴിഞ്ഞ കോടതി വിധി ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് കീഴ്ക്കോടതിയിൽ വിധി വന്നത്. ആ വിധിയെ ആസ്പദമാക്കിയാണ് കോൺഗ്രസ് ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനമെടുത്തത്. 1 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുത്തല്ലോ ഇവനെ എന്നേക്കുമായിട്ട് പുറത്താക്കാൻ. അങ്ങനെയാണെങ്കിൽ അതിന്റെ മേൽക്കോടതി അതിന് വിരുദ്ധമായൊരു വിധി ഇപ്പോൾ ഒരു ജുഡീഷ്യൽ റിവ്യൂ വന്നിരിക്കുകയല്ലേ. അങ്ങനെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും എന്നൊരു ചോദ്യം വരും. ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും സംഭവിക്കാൻ പോകുന്നത് ഇവരിങ്ങനെ മാറി മാറി എടുക്കുന്ന നിലപാടുണ്ട്. ഒറ്റക്കെട്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കുന്നു. അപ്പോൾ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. പുറത്താക്കിയതിന്റെ പിറ്റേന്ന് തൊട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫിയുടെയും പിന്നാലെ പല നേതാക്കന്മാരായിട്ട് വന്നിട്ട് VD സതീശനെ ചവിട്ടുന്നു. ഇപ്പോൾ VD സതീശൻ തന്നെ വിൻ ചെയ്തുകൊണ്ട് ഒടുവിലത്തെ വിധി വരുന്നു, സമ്പൂർണ്ണമായി പുറത്താക്കുന്നു. ഇനിയിപ്പോൾ ഹൈക്കോടതിയുടെ വിധി ഈ പരാമർശം വന്നതോടുകൂടി വീണ്ടും ഈ പഴയ ഉപഗ്രഹങ്ങളൊക്കെ വീണ്ടും പൊടി തട്ടി വരികയും കോൺഗ്രസിനകത്ത് വീണ്ടും വിഭാഗീയത ശക്തിപ്പെടുകയും ചെയ്യും. ഇതിൻ്റെ അകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശബരിമല വിഷയം അടിയിലേക്ക് പോയിട്ട് മാങ്കൂട്ടം നിലനിൽക്കണം എന്നായിരുന്നു CPM-ന്റെ കാഴ്ചപ്പാട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുകളിലുള്ള ആളുകളെയൊക്കെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പത്മകുമാറിനെ സംബന്ധിച്ച് പത്മകുമാർ തന്നെയാണ് പച്ചമഷിയിൽ എഴുതിയത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇന്നും വന്നിട്ടുണ്ട്. മറ്റേ കൊടുത്തയക്കണം പുറത്തേക്ക് എന്നുള്ള മട്ടിൽ പത്മകുമാർ പറഞ്ഞത്. പക്ഷെ പത്മകുമാറിൻ്റെ ഒക്കെ മുകളിലേക്ക് പോകണം, തന്ത്രിയുടെ കയ്യിലേക്കൊക്കെ പോകണം, അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ മുകളിലവരെയൊക്കെ പിടിക്കുക എന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. അപ്പം മാങ്കൂട്ടം പോയി ശബരിമല ഒന്ന് കയറി വന്നു എന്ന് തോന്നിയപ്പോൾ വീണ്ടും ഈ മാങ്കൂട്ടം മുകളിലേക്ക് വന്നതിൻ്റെ അഡ്വാൻറ്റേജ് CPM-ന് കിട്ടുമോ? അല്ല, ഞാനതിനകത്ത് അത്തരം അഡ്വാൻറ്റേജസ് ആർക്കെങ്കിലും കിട്ടുമെന്ന് കരുതുന്ന ഒരാളല്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഗൗരവമായിട്ട്
പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിഷയത്തിൻ്റെ പ്രാധാന്യമൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കും. അതിൻ്റെ മുകളിൽ മാങ്കൂട്ടം കയറിയതിൻ്റെ പേരിൽ ആ പ്രശ്നം ഇല്ലാതാവുകയില്ല. കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള പ്രശ്നം വളരെ ഗൗരവമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ അഹമ്മദ് മാഷും അതുപോലെ രാമേന്ദ്രനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു എന്നുവെച്ചാൽ പ്രചരണ കാര്യത്തിൽ ചില അഡ്വാൻറ്റേജ് CPM ഈ കാര്യത്തിൽ ലഭിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. കാരണം ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്ത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് സംഭവിക്കുന്ന പ്രശ്നം, കോൺഗ്രസിൽ കഴിഞ്ഞ ദിവസം ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുത്തു പുറത്താക്കാനായിട്ട്. ആ തീരുമാനം ശരിയാണോ എന്ന് തീർച്ചയായിട്ടും കോൺഗ്രസിനകത്ത് നിന്ന് വലിയ ശക്തിയിൽ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം വരും. കാരണം അങ്ങനെ ആത്യന്തികമായിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല എന്ന് അവരെ ബോധ്യപ്പെടുന്നത്. ഇവരെന്തിനാണ് ഇക്കാലം അത്രയും ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത്? രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഒരു പാഠമുണ്ടല്ലോ, ആ പാഠം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ധൃതി പിടിച്ച് ബേളി പിടിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യം അതിൻ്റെ അകത്തില്ലല്ലോ. എന്നിട്ട് പറഞ്ഞെന്താണ് ഇതൊരു മാതൃകയാണ് എന്നാണ് അവർ. അപ്പോൾ കോടതി ഇപ്പോൾ ആ മാതൃക ശരിയാണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞു. കാരണം ഇയാൾ കുറ്റക്കാരനാണോ ഇല്ലയെന്ന് തീരുമാനിക്കപ്പെടാതെ, അങ്ങനെ ഒരു വിധി പ്രസ്താവിക്കപ്പെടാതെ എങ്ങനെ അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്ന് പറയുന്ന ചോദ്യം ഈ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള ആളുകൾക്ക്, അവരുടെ ഉപഗ്രഹങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ള അവസരം വന്നിരിക്കുകയാണ്. എന്നുവെച്ചാൽ വീണ്ടും നേരത്തെ പാർട്ടിക്കകത്ത് എന്ത് ഡിവിഷനാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത് അത് വീണ്ടും വളരെ ശക്തമായി വന്നിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ശക്തമാകാൻ പോകുന്നു എന്ന്. കാരണം ഇന്ന് നാളെയുമൊക്കെ ആയിട്ട് മാങ്കൂട്ടത്തിൻ്റെ കൂടെ ആളുകളും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഉപഗ്രഹങ്ങളൊക്കെ തടിച്ചുകൂടും, സ്ത്രീകളൊക്കെ ഓടിക്കൂടുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും അല്ലേ? കോൺഗ്രസിന് പറ്റിയൊരു അബദ്ധം, ഇത് ഞാൻ ആദ്യം മുതൽ ചർച്ചയിൽ പറയുന്നതാണ്. ഈ ശരിയായ തീരുമാനം എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിയുടെ മുമ്പിൽ ഇയാളുടെ പാർട്ടിയുടെ പൊസിഷനും ഒക്കെ കാണും ഇതിൻ്റെയൊക്കെ. പക്ഷെ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു പൊസിഷൻ ഉണ്ടല്ലോ MLA എന്ന് പറയുന്നത്. ആ MLA സ്ഥാനം രാജിവെക്കേണ്ടിയിരുന്നു. അതിൽ നിന്ന് രാജിവെക്കാനായിട്ട് ഇയാളെ പ്രേരിപ്പിക്കേണ്ടിയിരുന്നു ആദ്യം തന്നെ. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. ഇപ്പൊ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഇയാളെ പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത് എന്താണെന്നറിയോ? ഇനി അയാൾ വ്യക്തിപരമായിട്ട് തീരുമാനിക്കട്ടെ എന്ന്. MLA സ്ഥാനം രാജിവെക്കേണ്ടതാണ്, പക്ഷെ അയാൾ വ്യക്തിപരമായിട്ട് തീരുമാനിക്കട്ടെ എന്ന്. അല്ല, പാർട്ടിക്ക് അകത്ത് നിൽക്കുമ്പോൾ മാത്രമേ അയാൾ രാജിവെക്കണമെന്ന് പറയാനുള്ള അവകാശം പാർട്ടിക്കുള്ളൂ. അതിനു മുമ്പ് തന്നെ അയാളെ MLA സ്ഥാനത്ത് നിന്ന് നിയമസഭാ കക്ഷി സ്ഥാനത്ത് നിന്ന് ഇയാളെ നീക്കുകയാണെങ്കിൽ തന്നെ അയാൾ പാർട്ടിയുടെ MLA അല്ല എന്നുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ അന്ന് തന്നെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാൻ കഴിയണമായിരുന്നു പാർട്ടിക്ക്. പക്ഷെ പാർട്ടിക്ക് അത് കഴിഞ്ഞില്ല. പാർട്ടി ഇയാളുടെ മുമ്പിൽ തോക്കുകയാണ് ചെയ്തത്. സംഘടനാപരമായ ദൗർബല്യമാണത്. അല്ല, ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം, അതെ, ഇതിൻ്റെ ഉള്ള പ്രശ്നം ഈ ഒരു പാചകം ഉണ്ടല്ലേ, പാർട്ടി അയാളുടെ മുന്നിൽ തോറ്റു എന്ന് പറഞ്ഞത്. പാർട്ടി അയാളെ രാജിവെപ്പിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു, അയാൾ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അതാണ് സംഭവിച്ചത്. നിരസിച്ചതാണല്ലേ? പറ്റില്ല എന്ന് പറഞ്ഞു. പറമ്പിൽ ഷാഫി പറമ്പിലും കൂട്ടരും പറ്റില്ല എന്ന് പറഞ്ഞാൽ രാജിവെപ്പിക്കാൻ പറ്റും. അത് കോൺഗ്രസിന്റെ വൻ പരാജയമാണ്. അത് മൂടി വെക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായി നടത്തിയ അവരുടെ പ്രകടനങ്ങളാണ് പിന്നീട് നമ്മൾ ഈ കണ്ട് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന കാര്യം. കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും നമുക്ക് നോക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോൺഗ്രസിന് എടുക്കാവുന്ന ഒരു സ്റ്റാൻഡ്, എന്ത് കോടതി പറഞ്ഞാലും, കോടതികൾ ഇനിയും പലതും പറഞ്ഞേക്കാം, പക്ഷേ ഇതിൻ്റെ ഒരു പ്രോസസ്സ്, വിചാരണ പൂർത്തിയായി കോടതി കുറ്റവാളി എന്നോ നിരപരാധി എന്നോ വിധിക്കുന്നത് വരെ സമ്പൂർണമായും കോൺഗ്രസിന്റെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും പാർട്ടി ബന്ധങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയത് സമ്പൂർണമായും ശരിയാണ്. നിരപരാധിയായി തിരിച്ചു വരട്ടെ, അപ്പോൾ കോൺഗ്രസ് മറ്റൊരു തീരുമാനം പരിഗണിക്കാം എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും ശരി. ആ നിലപാട് എടുക്കാൻ അവർക്ക് സാധിച്ചാൽ, ഒറ്റക്കെട്ടായി എടുക്കാൻ സാധിച്ചാൽ. ഞാൻ അപ്പോഴും പറയുന്നത് MLA സ്ഥാനം എന്ന് പറയുന്നത് ഇയാൾക്ക് അധിക കാലം ഒന്നും ഉണ്ടായിരുന്നില്ല, ഇനിയും 3 മാസത്തേക്കേ ഉള്ളൂ. പക്ഷെ ഈ അവസാനവും കോൺഗ്രസ് നേതൃത്വം ഇയാളുടെ മുമ്പിൽ തോറ്റുപോയി. കാരണം MLA സ്ഥാനം രാജിവെപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ അതില് എനിക്ക് നമ്മളെ പൊതുജനം തിരഞ്ഞെടുക്കുന്ന സ്ഥാനത്ത് നിന്നാണല്ലോ പോകുന്നത്. പാർട്ടിക്കാര്യമൊക്കെ അവരുടെ ആഭ്യന്തര കാര്യവും അടുക്കള കാര്യമാണ്. അതിലിപ്പോ രാമേന്ദ്രൻ സാറും PSN സാറും പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും ഇവര് മൂടിവെക്കുന്ന എന്തിനാണ്? ഞങ്ങൾ ആവശ്യപ്പെട്ടു, രാഹുൽ മാങ്കൂട്ടത്തിൽ കേട്ടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറെ കൂടി അവരുടെ മുഖം രക്ഷിക്കുമായിരുന്നു സംഘടനക്ക്. അപ്പൊ അത് ഏറ്റുപറച്ചിലാണല്ലോ. അതെ, ഞങ്ങൾ നേതൃസ്ഥാനത്ത് തുടരാൻ അർഹരല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ സണ്ണി ജോസഫും BD സതീശനും കൂടി രാജിവെക്കണ്ടേ? ഒരു പയ്യൻ ഞങ്ങളെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നടക്കുകയാണെന്നാണല്ലോ ഈ പറയുന്നതിന്റെ അർത്ഥം. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ മാത്രമുള്ള കാര്യം ഇപ്പുറത്തുള്ളതുകൊണ്ടാണല്ലോ ഇത്. അതെ, ഞാൻ പറയുന്നത് അതുകൂടി പറഞ്ഞിട്ട് അത് കേൾക്കാത്തതിന്റെ കൂടി പേരിലാണ് ഇവനെ ഞങ്ങൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത് പറയുന്നതിന്. പക്ഷെ അങ്ങനെയൊന്നും ഈ രാഷ്ട്രീയത്തിൽ നിലപാടെടുക്കാൻ പറ്റില്ല, സാധ്യമല്ല. കാരണം ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞ വാചകം രാമേന്ദ്രൻ പറഞ്ഞ കേട്ടില്ലേ?
കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ അമ്മിച്ചുകൊട്ടിലും അല്ലേ അതെ പല വാലുകളും അല്ലേ, അതല്ലേ ഉദ്ദേശിക്കുന്നത്. അതെ. കറക്റ്റ്. നമുക്കൊക്കെ കാര്യങ്ങൾ അറിയാവുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിസന്ധി മാറാതെ ഈ പറഞ്ഞ പോലെ വേതാളത്തിന്റെ കഥകളൊക്കെ പണ്ട് അമ്പിളിയമ്മാവിലൊക്കെ നമ്മൾ വായിക്കില്ലേ, ഈ വേതാളം വീണ്ടും വി ഡി സതീശന്റെ, രമേശ് ചെന്നിത്തലയുടെ, തോളും തലയിലും കയറി സണ്ണി ജോസഫിന്റെ ഒക്കെ തോളിൽ കയറിയിരിക്കുന്നു. കാണാം നമുക്ക് ഈ വേതാളക്കളികൾ ഇനിയും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. അത് നോക്കൂ, ABC-ക്ക് ഒരു ദേശീയ ചാനലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പാടുണ്ടാവില്ല. നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ആ ചാനൽ ഒരു ഹിന്ദി ചാനലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.